നമുക്ക് ഫേസ് കഴിഞ്ഞു. ഇനി നമുക്ക് കിരീടം, മാല, ചെവിപ്പൂവ്, കാതിലെ ആഭരണം, കാതില, തോട, ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് ചെവിയുടെ ശരിക്കും താഴ്ഭാഗം എങ്ങനെയാണ് വരുന്നത്, അതായത് കുറച്ച് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഏകദേശം ഒരു 4 അങ്കുല നീളത്തിൽ ഈ ഒരു ഷേപ്പ്, ഇവിടെ കുറച്ച് ചുരുക്കം, ഇവിടെ കുറച്ച് വീതി കൂട്ടിയിട്ട് ഇവിടെ ഒരു ഹോൾസും കാണിക്കും. പക്ഷേ അത് വരയ്ക്കാത്ത നമുക്ക് എന്തായാലും അതിൻ്റെ മുകളിൽ ഓർണമെൻറ്റ്സ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാത്തത് കേട്ടോ. ഞാനത് പിക്ചറായിട്ട് വേണേൽ അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഈ ചെവി സെറ്റ് ചെയ്തിട്ട് ഓർണമെൻറ്റ്സ്, കാതിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഓർണമെൻറ്റ്സ് വരയ്ക്കാം. അപ്പം അതിനായിട്ട് ഞാൻ നമ്മുടെ ഈ 2 ലൈൻ ഉണ്ടല്ലോ, കണ്ണിൻ്റെയും ചുണ്ടിൻ്റെയും ലൈൻ ഉണ്ടല്ലോ, നമ്മൾ ആദ്യം 2ആക്കി തിരിച്ച ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം സെൻറ്റർ, ഇതിൻ്റെ സെൻറ്റർ ഈ വെർട്ടിക്കൽ ലൈൻ മാർക്ക് പോയിൻ്റ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ താടിയുടെ പോകുന്ന ഈ ലൈന്, അതിൻ്റെ ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്നും ഒരു 4.5 അങ്കുല മാർക്ക് ചെയ്തു. ഇവിടുന്ന് കേട്ടോ, ഈ വെർട്ടിക്കൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 4.5 അങ്കുല. എന്നിട്ട് ഞാനൊരു ലൈൻ വരച്ചു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്കിവിടെ ഒരു ഓർണമെൻറ്റ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടത് എന്താ പറയുക, നമുക്കിപ്പോൾ ഇവിടെ നിന്നല്ല നമ്മൾ സെൻറ്റർ ലൈൻ വരച്ചത്, ഇനി ഓർണമെൻറ്റ്സ് ഏകദേശം ഇത്ര മതി, അല്ലെങ്കിൽ ഒരു 6 അങ്കുല അല്ലെങ്കിൽ 5.5 അങ്കുല മതി കേട്ടോ. ഈ താഴെ നിന്നും 5.5 അങ്കുല ഇത്ര മതി. ഇവിടെ നിന്നും ഒരു 5.5 അങ്കുല വെച്ചിട്ടുണ്ട് ഞാൻ. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് 2 അങ്കുലം മാറ്റി വയ്ക്കണം. അപ്പം 4 അങ്കുല. ഇതിനെ ഒരു ഓവൽ റൗണ്ടാക്കി മാറ്റാം. ഓക്കെ, അതായത് ഇവിടെ നിന്നും പോയിന്റ് ചെയ്തു ഈ സെൻറ്ററിൽ നിന്ന്, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 5.5 അങ്കുലം മാറ്റി വെച്ച് ലൈൻ വരച്ചു. ഇവിടെ നിന്നും 5 അങ്കുല 4.5 അങ്കുല തോന്നുന്നില്ല, 4.5 അങ്കുല. എന്നിട്ട് ഇവിടെ നിന്നൊരു 5.5 അല്ലെങ്കിൽ ഇനി 6 ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ 5.5 എടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് 4 അങ്കുല വീതിയിൽ, ഇവിടെ 2 അങ്കുല ഇവിടെ 2 അങ്കുല വെച്ച് 4 അങ്കുലയായി ഒരു ഓവൽ ഷേപ്പ് വരച്ചു. അതിനെ ഇടരേഖയാക്കി മാറ്റാം. രേഖ ഉള്ളിലേക്കാണ് ആക്കേണ്ടത് കേട്ടോ, ഔട്ടറിലേക്ക് കൊണ്ടുപോകരുത്. ഓക്കെ, ഇനി രേഖ അറിയില്ലോ, 3ആക്കി ഡിവൈഡ് ചെയ്യണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഈ രേഖയാക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇനി ചെവിയുടെ നമ്മുടെ ഈ ലൈൻ ഉണ്ടല്ലോ, സെൻറ്ററിൽ നമ്മൾ ഇവിടെ ലൈൻ വരച്ചല്ലോ, ഔട്ടർ ലൈനല്ല, അതിൻ്റെ ചാരിയിട്ട് ലൈൻ വരച്ചല്ലോ, ആ ലൈന് ഏകദേശം നമ്മളൊരു വൈ എന്ന ലൈന്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചുണ്ടിൻ്റെ ഇവിടെ നീട്ടി വരച്ച ആ ലൈനിൽ നിന്ന് ഒരു 1/2 അങ്കുലം മുകളിലാണ് ഞാൻ കയറ്റി വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചെവിയുടെ താഴേക്ക് ഈ വാല് കാണിക്കണം. അത് കാണിക്കുന്നത് ഇവിടെ നിന്നുണ്ടോ, വൈ എന്ന ലൈനിൽ നിന്നുണ്ടോ, അതിങ്ങനെ കാണിക്കുക. അപ്പോൾ ഇവിടെ ഈ പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടേക്കാകുമ്പോൾ കുറച്ച് വീതി കുറച്ചിങ്ങനെ കൊണ്ടുവരിക. ഇത്ര കാണിച്ചാൽ മതി, ഈ ലൈൻ വരെ കാണിച്ചാൽ മതി, ഇവിടെ വരെ കാണിച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ അപ്പുറത്തെ 3/4 അങ്കുലം വീണ്ടും മാറ്റി വെച്ചിട്ട് ഒരു ഇടരേഖ കൂടി കാണിക്കണം. അത് എവിടെ വരെ കാണിക്കണം എന്ന് പറയാം, ഇങ്ങനെ വര വരച്ചാൽ, ഇങ്ങനെ വര മീൻസ് ഇതിപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, അതിൻ്റെ കറക്റ്റ് 45 ഡിഗ്രി ഇങ്ങനെ വര വരച്ചാൽ ഇങ്ങനെ വരും. അതുപോലെ ഇവിടെയും അതിങ്ങനെ ഇങ്ങനെ വയ്ക്കുക. അതായത് ഈ ചെവിയാണ്, ചെവിയുടെ അപ്പുറത്തും ഇതുപോലെ ഇടരേഖ കവർ ചെയ്ത് പോകുന്നുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഇടരേഖയാക്കി മാറ്റണം. ഇവിടെ ഇതുപോലെ ചെവിയുടെ ചെറിയൊരു ഭാഗം കാണിക്കണം. ഇത് ചെവിയുടെ ഭാഗമാണ്, ചെവിയുടെ ഒരു വാല്. എന്നിട്ട് ഇവിടെയും ഇടരേഖ.
ഇതിൻ്റെ ബാക്കിയാണ് ഈ ഇടരേഖ. ഇത് ചെവിയുടെ ഭാഗം, പുറത്ത് കാണുന്ന ഓർണമെൻറ്റ്സിൻ്റെ ആ ഭാഗമാണിത്. ഇതുപോലെ ചെവിയുടെ പിന്നിൽ കാണുന്ന ഇതുപോലെ ഡിസൈനാണ് ഇത്. അപ്പോൾ അത് അപ്പുറത്തെ സൈഡിലൂടെ ഇവിടെയും കാണും, ഇവിടെയും ഇടരേഖ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതും ഒരു കറക്റ്റ് റൗണ്ട് പോലെ, ഇതുപോലത്തെ റൗണ്ട് പോലെ ഏകദേശം ഇതും കിട്ടണം കേട്ടോ. അപ്പോൾ ഞാൻ വരച്ചതിൽ നോക്കുമ്പോൾ കണ്ടോ, ഇവിടെ കുറച്ചൊരു ഒന്നുകൂടി ഷേപ്പ് ചെയ്തെടുക്കാണ്ട്. അപ്പോൾ ഞാൻ അത് ഷേപ്പ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇപ്പോൾ ബാക്ക് സൈഡിൽ ഇതും ഏകദേശം ഒരു ഓവൽ റൗണ്ട് വന്നു, ഇവിടെയും വന്നു. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ ഭാഗം ചെവിയുടെ ഭാഗമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, അതായത് ചെവിയുടെ ഈ ഭാഗം സെൻട്രൽ വലിയ ഹോൾസ്, ഇവിടെയും ചെവിയുടെ ഭാഗം, മുകളിലും ബാക്കിലും ഓർണമെൻറ്റ്സ്. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഇതുപോലെ ചെയ്യാം.